കണ്ണിലലിവുമായി വന്നുവോ അരികെ. കലോത്സവത്തിന് പോയിരുന്നെങ്കിലും എനിക്ക് അങ്ങനെ പ്രൈസ് ഒന്നും കിട്ടിക്കൊണ്ടിരുന്ന ഒരാളൊന്നും ആയിരുന്നില്ല. കുറച്ചൊരു മടിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുത്തിയിരുന്ന് പാട്ട് പഠിക്കത്തില്ല, ലിറിക്സ് ഒന്നും നോക്കത്തില്ല. ലാലേട്ടൻ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും, എന്നോട് പറഞ്ഞില്ല. ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. എല്ലാം കൊണ്ടും അഡ്മയർ ചെയ്യാൻ പറ്റുന്നത് ചിത്ര ചേച്ചി തന്നെയാണ്. കാരണം ഒരു ഡിസിപ്ലിനും പാട്ടും എല്ലാം, അതിലൊന്നും നമുക്ക് പറയാൻ ഇല്ല. സ്റ്റാർ സിംഗറിൽ ഞാൻ പാടിയത് കൊണ്ടും ജെയ്ക്സ് ചേട്ടൻ അവിടെ ജഡ്ജായിട്ട് വന്നത് കൊണ്ടുമാണ് ഞാനിപ്പോൾ ഈ സിനിമയിൽ പാടിയത്. കുറേ ലൈക്ക് എന്തെങ്കിലുമൊക്കെ ഈ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസിന് മ്യൂസിക് തെറാപ്പി ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ റിസർച്ചൊക്കെ നടത്താൻ താല്പര്യമുണ്ട്. അപ്പോൾ അത് ചെയ്ത ആൾക്കാരാരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ സിനിമ എന്ന് പറയുന്നത് ഒരു വലിയൊരു ക്രാഫ്റ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറേ പേരുടെ ഒരു ഹാർഡ് വർക്കും ഉണ്ട്. അത് അവർ പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാനും അവരെ ഒന്ന് ഹാപ്പി ആക്കാനും പിന്നെ സമൂഹത്തിൽ നടക്കുന്ന എന്താണോ അതൊരു ജിസ്റ്റ് പോലെ കാണിക്കാൻ വേണ്ടിയിട്ടാണല്ലോ സിനിമ ഉള്ളത്. മിഴിയോരം നനയുകയോ മനമെങ്ങോയുകയോ. സിനിമാ ഭ്രാന്തനിൽ നിന്ന് കൂടെ ഉള്ളത് ഗോകുൽ ഗോപകുമാറാണ്. ഗോകുൽ, വെൽക്കം ടു സിനിമാ ഭ്രാന്തൻ. ഒരു 2-3 ഇയേഴ്സ് മുന്നേ ഗോകുലിന്റെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഉണ്ടായിരുന്നു, വൈശാഖ സന്ധ്യ പാട്ട് പാടിയിട്ട് ഇവിടെ മോഹൻലാൽ ശോഭന കോംബോ ഇഷ്ടപ്പെടുന്നവരുണ്ടോ എന്നുള്ളത്. അവിടെ നിന്ന് ഇപ്പം തുടരും എന്ന സിനിമയുടെ വീണ്ടും 20 വർഷങ്ങൾക്ക് ശേഷം മോഹൻലാൽ ശോഭന കൂട്ടുകെട്ടില് അതിന്റെ ടൈറ്റിൽ സോങ് തന്നെ പാടിയിട്ടാണ് ഇപ്പം ഇവിടെ ഇരിക്കുന്നത്. സോ ഇതുവരെയുള്ള ജേണി പാട്ടിൽ നിന്ന് തന്നെ തുടങ്ങി ഇപ്പം ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമായി പാട്ട് തന്നെയായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. സോ ഒരു ജേണി ത്രൂ ഔട്ട് എങ്ങനെയുണ്ട്? ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കുറേ വർഷങ്ങൾ ഭയങ്കര സ്ലോ ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അതായത് ഞാൻ 4ാം ക്ലാസ് മുതൽ 4 വയസ്സ് മുതൽ എന്നെ പാടാൻ ഇങ്ങനെ ചേർത്തു. അപ്പോൾ ഇങ്ങനെ ഞാൻ അബുദാബിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ കുറച്ച് ഇടവിട്ടായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നതൊക്കെ. അപ്പോഴും നമ്മളിങ്ങനെ ഒരു സിംഗറാകും അങ്ങനെയൊന്നും ആലോചിച്ചിരുന്നില്ല. പിന്നെ സ്കൂളിൽ വന്നപ്പം ഈ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. കോളേജിൽ ബാൻഡ് ഉണ്ടായിരുന്നു. അപ്പോഴും ആൾക്കാരിങ്ങനെ സീരിയസ് ആയിട്ടൊന്നും എടുത്തിരുന്നില്ല. അപ്പം ഞാൻ ആക്ച്വലി ഒരു റിയാലിറ്റി ഷോയുടെ ഭാഗമായിരുന്നു സ്റ്റാർ സിംഗർ. അപ്പോൾ അതും ഞാൻ കിട്ടുമെന്ന് വിചാരിച്ചതല്ല. സ്റ്റാർ സിംഗർ അതിന് മുമ്പത്തെ ഒരു ഓഡിഷന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു, എനിക്ക് കിട്ടിയില്ല. അപ്പം അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് കിട്ടിയത്. സ്റ്റാർ സിംഗർ വന്നപ്പോൾ തൊട്ട് കുറച്ചുകൂടെ പാട്ടിലേക്കും ഈ ഒരു ഇൻഡസ്ട്രിയിലേക്കും കുറച്ചുകൂടെ അടുക്കാൻ തുടങ്ങി. അതിന് മുമ്പ് വരെ കലോത്സവത്തിന് പോയിരുന്നെങ്കിലും എനിക്ക് അങ്ങനെ പ്രൈസ് ഒന്നും കിട്ടിക്കൊണ്ടിരുന്ന ഒരാളൊന്നും ആയിരുന്നില്ല. കുറച്ചൊരു മടിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുത്തിയിരുന്ന് പാട്ട് പഠിക്കത്തില്ല, ലിറിക്സ് ഒന്നും നോക്കത്തില്ല. അങ്ങനെ ഒരു സംഭവം. പഠിക്കാൻ വേണ്ടി നമ്മൾ പാട്ട് കേൾക്കില്ല, ഇഷ്ടമുള്ളത് കൊണ്ട് പാട്ട് കേൾക്കും, പാടാറുണ്ട്. ഇഷ്ടമുള്ള പാട്ടുകൾ മാത്രം പാടിക്കൊണ്ടിരുന്നൊരു സംഭവമായിരുന്നു. അപ്പം അങ്ങനെയാണ് യാദൃശ്ചികമായിട്ട് ഇങ്ങനെ സ്റ്റാർ സിംഗർ വരുന്നതിന് മുമ്പ് ഞാൻ പാട്ട് പാടിയിരുന്ന ഒരു സിനിമയിൽ 4 ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അത് ഈ ഒരു ലോഫ് സെഷൻ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ട് ശങ്കർ ശർമ്മ സാർ വിളിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തുടരുമിൽ പാടുമ്പോൾ എന്ന് പറയുമ്പം പെട്ടെന്നായിരുന്നു ഈ പറയുന്ന ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. ഒന്നും എക്സ്പെക്റ്റ് ചെയ്തിരുന്നതല്ല. ഇതിൻ്റെ യൂട്യൂബിലുള്ള വേർഷനിൽ ഹരിജിയുടെ കൂടെയാണ് പാടുന്നത്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ്. കാരണം ഹരിഹരൻ സാർ എന്ന് പറഞ്ഞാൽ വേറെ ലീഗ് മനുഷ്യനാണ്. അപ്പം പുള്ളിയുടെ കൂടെ അതെ അത്രയും ഹാർഡ് വർക്കും ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പം ഞാൻ എന്തോ ഒരു ഭാഗ്യം കൊണ്ടും ദൈവം തന്നൊരു കഴിവും കൊണ്ടൊക്കെ അങ്ങനെ എത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് പാട്ടും കൂടെ ഒന്ന് കേട്ടാലോ? പാടാം. കരുതലായി കണ്ണിലലിവുമായി വന്നുവോ അരികെ മഴை നിലാ തിങ്കളുയിരുപോൽ ചേർന്നുവോ ആകാമേ വാനവില്ല നീ മനമൂക്കിൽ മേലെ താരകം പോൽ കൺമണികൾ നാം നടന്ന കാലം അതിശയജാലം പല വഴിയേറുകയേ കനൽ തൂവും വേനൽ മധുരമാകുന്നേ ദൂരം തേടിടുന്നേ
നനയുകയോ മനമിങ്ങോയുകയോ. അടിപൊളി. ഇത് എത്ര നാളായി ശരിക്കും റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ? ഇതിൻ്റെ റെക്കോർഡിങ് കുറച്ച് ഒരു അത്ര അധികം നാളായില്ല. ഞാനിത് ആക്ച്വലി 1-2 പ്രാവശ്യം പാടിയിട്ടുണ്ട്. ഫസ്റ്റ് പാടിയപ്പോൾ തന്നെ എന്തൊക്കെയോ ട്യൂൺ ഡിഫറൻസ് അങ്ങനെയൊക്കെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും റീ റെക്കോർഡ് ചെയ്തു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഞാൻ തന്നെ പാടുമെന്ന്. കാരണം അത്രയും പ്രാവശ്യം റീടേക്സ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. 2-3 പ്രാവശ്യം പാടി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈയിടെയും കൂടെ ജസ്റ്റ് തൊട്ട് മുമ്പ് വരെ ചെറിയൊരു കറക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പടത്തിൽ വന്നു. ഒത്തിരി സന്തോഷം. തിയേറ്ററിൽ എങ്ങനെ ഫാമിലി ആയിട്ട് പോയിട്ടായിരുന്നോ കണ്ടതൊക്കെ? തിയേറ്ററിൽ അതെ, ഫാമിലി ആയിട്ട് പോയാണ്. ആ ഒരു എക്സ്പീരിയൻസ്, എല്ലാവരും ടൈറ്റിൽ സോങ് വരുന്നു, നമ്മൾ ആ ഒരു ഇൻട്രോ സീനും എല്ലാം കഴിഞ്ഞിട്ട് ടൈറ്റിൽ സോങ് വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നല്ലോ. അറിയാമായിരുന്നോ ടൈറ്റിൽ സോങ് ആയിട്ട് തന്നെയാണ് വരുന്നത് എന്നുള്ളത്? ടൈറ്റിൽ സോങ് അറിയാമായിരുന്നു. പക്ഷേ ലൈക്ക് എൻ്റെ ഒരു വേർഷനാണ് തിയേറ്ററിൽ വന്നിരിക്കുന്നത്. അപ്പം അതിനൊത്തിരി സന്തോഷമുണ്ട്. കാരണം വിഷ്വലിയും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അത്രയും നല്ലൊരു വിഷ്വലാണ് പാട്ടിൻ്റെ കൂടെ വരുന്നത്. അപ്പം ഒത്തിരി സന്തോഷം. ഈ ഐഡിയ സ്റ്റാർ സിംഗറിലേക്ക് പോകാം എന്ന് തീരുമാനിച്ചല്ലോ. ഇതിന് മുൻപുള്ളൊരു സീസൺ ട്രൈ ചെയ്തു, കിട്ടിയില്ല എന്ന് പറഞ്ഞു. അത് പോകാമെന്ന് തീരുമാനിച്ചത് എങ്ങനെയായിരുന്നു? സ്റ്റാർ സിംഗറിലേക്ക് പോകാൻ തീരുമാനിച്ചത് ഇങ്ങനെ കൊറോണയുടെ സമയമായിരുന്നു. ആ ഒരു 2019 18 ഓർക്കുന്നില്ല. ആ ഒരു സമയത്ത് എല്ലാവരും വീട്ടിലിരിക്കുമായിരുന്നു. അപ്പോൾ ഓൺലൈൻ വഴിയായിരുന്നു ഓഡിഷൻ. ഞാൻ പറയുന്നത് ഈ സീസൺ അല്ല, ഈ സീസണിൻ്റെ മുമ്പ്. ആ സീസണിന് മുമ്പ് ഞാനിങ്ങനെ ഓൺലൈൻ ഓഡിഷൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓഫ്ലൈനായിട്ട് അവരൊരു സംഭവം വെച്ചു. അപ്പോൾ അതിൽ പാടി. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ വിളിച്ചില്ല. അപ്പം ഞാനിങ്ങനെ ഓക്കെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ടാണ് പിറ്റേ വർഷമാണ് സ്റ്റാർ സിംഗർ ചെയ്യുന്നത്. അപ്പം അത് ഒരു വർഷം കിട്ടിയില്ല. പിറ്റേന്ന് ട്രൈ ചെയ്തു, കിട്ടി. ഒത്തിരി സന്തോഷം. ഭയങ്കര മടിയാണെന്ന് പറഞ്ഞല്ലോ. സോറി, ഈ ക്രിയേറ്റീവ് പീപ്പിൾ ആർ ഓൾവേസ് ലേസി എന്നാണല്ലോ. സോ ക്രിയേറ്റിവിറ്റി ഉള്ളത് കൊണ്ട് മടി അതിനെ എഫക്ട് ചെയ്യുന്നതാണ്? അങ്ങനെയല്ല, എനിക്ക് അങ്ങനെ അത്ര ക്രിയേറ്റീവ് ഒന്നും അല്ല, മടിയുണ്ടെന്നേ ഉള്ളൂ. ഈ പാട്ട് പാടുന്നതല്ലാതെ എപ്പോഴെങ്കിലും ഈ കമ്പോസിങ് എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? കമ്പോസിങ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരു ഓണപ്പാട്ടൊക്കെ ഇങ്ങനെ ബാൻഡിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ സീരിയസ് ആയിട്ട് കമ്പോസ് ചെയ്യാനുള്ളൊരു മ്യൂസിക്കൽ നോളേജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പോലും സംശയമാണ്. അപ്പോൾ കുറച്ചുകൂടെ പഠിച്ച് വരുന്നതേ ഉള്ളൂ. പാട്ട് പഠിച്ച അതെങ്ങനെയായിരുന്നു? ചെറിയ പ്രായത്തിൽ നിന്ന് ഏതൊക്കെ ടൈപ്പ് മ്യൂസിക് ഒക്കെയാണ് പഠിച്ചിട്ടുള്ളതൊക്കെ? ഞാൻ ക്ലാസിക്കലാണ് പഠിച്ചത്. 4 വയസ്സ് തൊട്ട് പഠിച്ചു. അവിടെ അബുദാബിയിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു. പിന്നെ ആലപ്പുഴയിലെ സുധീഷ് മാഷിൻ്റെ അടുത്ത് പഠിച്ചു. പിന്നെ രമേശ് എന്ന് പറഞ്ഞൊരു മാഷിൻ്റെ അടുത്ത് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പം വീണ്ടും കുറച്ചുകൂടെ റീസെൻ്റ്ലി റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് താമരക്കാട് കൃഷ്ണൻ നമ്പൂതിരി എന്ന് പറഞ്ഞ സാർ. അപ്പം അങ്ങനെ ഒരു കണ്ടിന്യൂസ് പഠിത്തം ഇല്ലായിരുന്നു. ഇടയ്ക്ക് ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ അത്രയും അങ്ങനെ ഒരു നോളജ് ഇല്ല. പക്ഷെ പാട്ടിങ്ങനെ കൂടെ ഉണ്ടായിരുന്നു ഈ വർഷങ്ങളൊക്കെ. ചെറുപ്പം തൊട്ടേ പാട്ടാണല്ലോ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് ഉള്ളത്. ഇത് ലാലേട്ടൻ ഈ പാട്ട് കേട്ടിട്ട് എന്തെങ്കിലും പറയോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? ലാലേട്ടൻ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും, എന്നോട് പറഞ്ഞില്ല. ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും പറഞ്ഞു. കേട്ടിട്ടുണ്ടാവും. തരുൺ ചേട്ടൻ എന്തായിരുന്നു? തരുൺ ചേട്ടൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പാടിയത് വർക്കായി. വെറുതെ ഒന്ന് പാടിച്ച് നോക്കാന്നുള്ളൊരു മൂടേ ഉള്ളായിരുന്നുള്ളൂ. അല്ലാതെ ഇതിനെ കൊണ്ട് പാടിപ്പിക്കണമെന്നൊന്നും ഇല്ലായിരുന്നു. പാടി എല്ലാവർക്കും കേട്ടപ്പം ഇതിൻ്റെ പ്രൊഡ്യൂസറാണെങ്കിലും രഞ്ജിത്തേട്ടൻ, ചിപ്പി ചേച്ചി, ഇവരൊക്കെ കേട്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു. ആദ്യത്തെ പാട്ടുണ്ടല്ലോ 4 ഇയേഴ്സിലെ, ഇതിലോട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് എത്തിയെന്നുള്ളത് പറഞ്ഞു. അപ്പം അതിനു മുൻപ് തന്നെ ഇപ്പം പാടുന്ന ഏതൊരാൾക്കും സിനിമയുടെ ഒരു ഭാഗമാവണം എന്നുള്ളൊരാഗ്രഹം മനസ്സിലുണ്ടാകുമല്ലോ. അപ്പോൾ ഗൂഗിളിനും ആ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നോ? അങ്ങനെ പാടിയേ പറ്റൂ എന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പാടിയാൽ കൊള്ളാം എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. പാട്ട് ലൈക്ക് എൻ്റെ പാട്ട് ആൾക്കാർ ഏറ്റെടുക്കണം, ഇഷ്ടപ്പെടണം എന്നൊക്കെ ചെറിയൊരു തോട്ട് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് പാടുന്നത് ഇഷ്ടമായിരുന്നു. ഇപ്പം ലൈക്ക് ഞാൻ പാടുന്നത് എന്നെ തന്നെ ഹാപ്പി ആക്കാറുണ്ടായിരുന്നു. അപ്പം അങ്ങനെയും കൂടെ വന്ന് പടത്തിലും കൂടെ പാടിയപ്പം സന്തോഷം, അത്രേ ഉള്ളൂ. ആ ഒരു പാട്ടും കൂടെ ഒന്ന് കേൾക്കാം. ആ പാടാം. അകലേ ഹൃദയം അരികിൽ നിൻ പ്രണയം തിരികെ നീ വരുമോ, മനസ്സിൽ നീ തരുമോ ആ വർഷം
ആ സ്വരം അലയും നിൻമിഴികൾ മൊഴിയും വേദനകൾ ഞാനറിയും ഈ നേരം അകലെ ഹൃദയം അരികിൽ നിൻ പ്രണയം. അടിപൊളി. പലപ്പോഴും പല ഇൻ്റർവ്യൂസിലും ഞാൻ കണ്ട ഈ അരിജിത് സിംഗുമായിട്ടുള്ളൊരു കമ്പാരിസൺ. സോ ഒരുപാട് ഹിന്ദി സോങ്സ് വളരെ ചെറിയ പ്രായത്തിൽ കേൾക്കുന്നുണ്ടായിരുന്നു പറഞ്ഞു, അരിജിത് സിംഗിൻ്റെ സോങ്സ് ഫോളോ ചെയ്യുന്ന ആളായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഒരു കമ്പാരിസൺ വരുമ്പം ഇപ്പം ഏതൊരു ഫീൽഡിലുള്ള ഒരാൾക്കും നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ സെയിം പ്രൊഫഷൻ ആണെങ്കിൽ വേറെ ഒരാളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതുണ്ടാകുമല്ലോ. ഗോകുലിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്? അത്രയും വലിയൊരു മ്യൂസിഷ്യൻ തന്നെയാണ് ഉറപ്പായിട്ടും അരിജിത് സിംഗ് എന്ന് പറയുന്ന ആള്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരുപാട് പാട്ടുകളും ഗോകുൽ ഇപ്പോൾ പാടിയിട്ടുണ്ട്. ഒരു കമ്പാരിസണെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കമ്പാരിസൺ ഇൻ ദ സെൻസ് ഇൻസ്പിറേഷൻ എന്ന് പറയുന്നതായിരിക്കും എനിക്ക് കുറച്ചും കൂടെ ലൈക്ക് റിലേറ്റ് ആവുന്നത്. കാരണം പുള്ളി പാടുന്ന ഒരു സ്റ്റൈല് ഒക്കെ അതിൻ്റെയൊക്കെ ഭയങ്കര ഫാനാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും പുള്ളിയുടെ ഒരു വോയിസ് ടെക്സ്ചറും എൻ്റെ ഒരു വോയിസ് ടെക്സ്ചറും ഒക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ പുള്ളിയുടെ പാട്ടുകൾ പാടുമ്പോൾ ആ ഒരു സ്റ്റൈൽ ചിലപ്പം വന്നേക്കാം എന്നുള്ളൊരു സംഭവമുള്ളൂ. അല്ലാതെ പുള്ളി പാടുന്ന പോലെ തന്നെ പാടണമെന്ന് വിചാരിച്ച് പാടുന്നതല്ല. പക്ഷെ അങ്ങനത്തെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടുമ്പോൾ കുറേ പേര് അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ അതിനെ നോക്കി കാണുന്നുള്ളൂ. അല്ലാതെ ഇതുപോലെ തന്നെയാണ് നീ പാടുന്നതെന്ന് പറയുമ്പോൾ അതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. ഏറ്റവും അഡ്മയർ ചെയ്യുന്നൊരു ഒരു സിംഗർ അല്ലെ മ്യൂസിഷ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരായിരിക്കും? അഡ്മയർ ചെയ്യുന്ന സിംഗർ എല്ലാം കൊണ്ടും അഡ്മയർ ചെയ്യാൻ പറ്റുന്നത് ചിത്ര ചേച്ചി തന്നെയാണ്. കാരണം ഒരു ഡിസിപ്ലിനും പാട്ടും എല്ലാം അതിലൊന്നും നമുക്ക് പറയാൻ ഇല്ല. അപ്പം അത് ചിത്ര ചേച്ചി. പിന്നെ ജയചന്ദ്രൻ സാറിനെ ഇഷ്ടമാണ്. ഈ സ്റ്റാർ സിംഗറിൽ ഞാനിങ്ങനെ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടുപോയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത, എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഓ ദിൽ റുബ എന്ന് പറയുന്നത്. ഹരിഹരൻ സാർ തന്നെ പാടിയ ആ ഒരു സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അത് വീണ്ടും ഗോകുൽ പാടുന്ന കേട്ടപ്പോൾ ഞാൻ അതിൻ്റെ അധികം കവർ വേർഷൻസ് ഒന്നും അങ്ങനെ അധികം കേട്ടിട്ടില്ല, സ്റ്റേജ് പെർഫോമൻസും അങ്ങനെ അധികം കണ്ടിട്ടില്ല. പക്ഷെ ഗോകുൽ പാടിയത് എനിക്കെന്തോ ഒരു യുണീക്ക് ഒരു യുണീക്ക് വോയിസും അതിലൊരു യുണീക്ക് ഫീലും എനിക്ക് തന്നൊരു സോങ് ആയിരുന്നു. സോ ഇവിടെ എനിക്കും നമ്മുടെ ഓഡിയൻസിനും കൂടെ വേണ്ടിയിട്ട് ലൈവായിട്ട് അതുകൊണ്ട് ശ്രമിക്കാം. ഓ ദിൽറുബായിനി സംഗമോത്സവം, ഓ ദിൽറുബായിനി സംഗമോത്സവം, നിന്റെ അഴകിലെ അഗ്നിരേഖയിൽ വീഴുവാൻ വരും ശലഭമാണു ഞാൻ. ഓ ബാദശാ ഇത് സർഗസംഗമം, ഓ ബാദശാ ഇത് സർഗസംഗമം. ഭയങ്കര ഫീലിൽ കേട്ടിരിക്കാൻ തോന്നുന്നതാണ്. ഫുള്ള് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ടൈം ലിമിറ്റ്സും എല്ലാം കൊണ്ട്. ഈ ലിറിക്സ് ഒക്കെ മറന്നു എന്ന് പറഞ്ഞിട്ട് ഇതുവരെ പാടിയൊന്നും മറന്നിട്ടില്ലല്ലോ. ലിറിക്സ് ചിലപ്പോൾ തെറ്റിയിട്ടുണ്ടാവും. അത് ഞാൻ ലിറിക്സിലേക്ക് അങ്ങനെ ഒരു പ്രാധാന്യം കൊടുക്കാത്തതുകൊണ്ടായിരിക്കും. ശരിക്കും അത് കൊടുക്കേണ്ടതാണ്. ഞാൻ ട്യൂണാണ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുക. ഇത് കൊടുത്ത് തുടങ്ങണം. ഈ സ്റ്റാർ സിംഗർ എന്ന് പറയുന്ന കൂടുതലും ഫാമിലി ഓഡിയൻസ്, നമ്മുടെ അമ്മമാരൊക്കെ വന്നിരുന്ന് കാണുന്ന ഒരു പ്രോഗ്രാമാണല്ലോ. ഇതിനു മുൻപേയും സ്റ്റേജ് ഷോസ് ഒക്കെ അതിന് മുൻപായിട്ടും ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റാർ സിംഗർ വേദി ഇപ്പൊ ഗോകുലിന് തന്ന ഒരു ചേഞ്ച് ഉണ്ടാവുമല്ലോ, എന്തൊക്കെ ചേഞ്ച് ആണ് ലൈഫിലേക്ക് കൊണ്ടുവന്നത്? സ്റ്റാർ സിംഗർ ഡെഫിനറ്റ്ലി അതാണ് ആൾക്കാരിലേക്ക് എത്തിച്ചതെന്ന് ഞാൻ പറയും. കാരണം അതുവരെ ഭയങ്കര ഒരു ലിമിറ്റഡ് ഓഡിയൻസ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഞാൻ പാടുന്ന കൂടിപ്പോയി എൻ്റെ ഫ്രണ്ട്സ് കേൾക്കും, അച്ഛനും അമ്മയും കേൾക്കും, അത്രേ ഉള്ളൂ. പിന്നെ ബാൻഡിൻ്റെ ഷോ ഉണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഓഡിയൻസ് മാത്രമേ കേൾക്കും. പക്ഷേ സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞൊരു ചാനൽ എല്ലാവരും വെക്കും.
ഇപ്പോൾ ഈ പറയുന്ന പോലെ എൻ്റെ അമ്മയുടെ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ചാനൽ ഇങ്ങനെ വെച്ചിട്ട് അവർ ടി വി മാത്രമേ ഓഫ് ചെയ്യുള്ളൂ, ഓൺ ആക്കും പേഷ്യൻ്റ് ഓഫ് ആക്കും പേഷ്യൻ്റ്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. സോ ആ എല്ലാവരിലേക്കും എത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഭാഗ്യമുള്ള ഒരു സംഭവം. അപ്പം സ്റ്റാർ സിംഗർ കഴിഞ്ഞിട്ടാണെങ്കിലും എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. എല്ലാവരും ലൈക്ക് അവർക്ക് അറിയാവുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്, അവർക്ക് എന്നെ അറിയാമെന്നുള്ള രീതിക്ക് തന്നെ എല്ലാവരും സംസാരിക്കുന്നുണ്ട്. അപ്പം അതാണ് ആൾക്കാരിലേക്ക് എത്തിച്ചത്. പിന്നെ ഡെഫിനറ്റ്ലി സ്റ്റാർ സിംഗറിൽ ഞാൻ പാടിയത് കൊണ്ടും ജെയ്ക്സ് ചേട്ടൻ അവിടെ ജഡ്ജായിട്ട് വന്നത് കൊണ്ടുമാണ് ഞാനിപ്പോൾ ഈ സിനിമയിൽ പാടിയത്. അപ്പം അങ്ങനെ ഈ പുറത്തു നിന്നും ഈ ഷോസ് ഒക്കെ കണ്ടിട്ട് പുറത്തെ ഓഡിയൻസില്ല, അവരിൽ നിന്നും കിട്ടിയ ഏറ്റവും നല്ലൊരു കോംപ്ലിമെന്റ് ഏതായിരിക്കും? പുറത്ത് നിന്ന് ഷോസ് കഴിഞ്ഞിട്ട് ഇൻ ദ സെൻസ് സ്റ്റാർ സിംഗർ കഴിഞ്ഞ് ഷോസ് ചെയ്യുമ്പോഴാണ് അല്ല, അതായത് സ്റ്റാർ സിംഗർ കാണുന്ന ഓഡിയൻസ് ഇല്ലേ, അവർ പുറത്തൊക്കെ വെച്ച് കാണുമ്പം അങ്ങനെ സംസാരിക്കില്ല. അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ പറഞ്ഞ പോലെ തന്നെ അവർ വീട്ടിലുള്ള ആൾക്കാരെ പോലെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതാണ് എന്നെ കുറച്ചും കൂടെ ഹാപ്പി ആക്കുന്നത്. കാരണം ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ആ ഷോയിൽ നിന്നിട്ടുള്ളൂ. സംസാരമാണെങ്കിലും പാട്ടാണെങ്കിലും എല്ലാം എൻ്റെ ഒരു ഐഡൻറ്റിറ്റി അവിടെ, അതുപോലെ തന്നെ പാട്ടിലും ഐഡൻറ്റിറ്റി ഉണ്ട് എന്നുള്ള രീതിക്ക് അവർ സംസാരിച്ചിട്ടുണ്ട്. അപ്പം അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. ഈ പാട്ടിൻ്റെ ഒപ്പം തന്നെ ഒരു സൈക്കോളജി, MSc സൈക്കോളജി കഴിഞ്ഞ ആളല്ലേ, ഇപ്പം അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ഇപ്പം തൽക്കാലം ഇല്ല, പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യാൻ പ്ലാൻസ് ഉണ്ട്. ഈ സൈക്കോളജി മ്യൂസിക്കും തമ്മിൽ ബ്ലെൻഡ് ചെയ്യുന്നതിനെ പറ്റി ഞാൻ കേട്ടിരുന്നു. അങ്ങനെയുണ്ട്. അതൊരു മ്യൂസിക് തെറാപ്പി ചെയ്യാറുണ്ട്. പിന്നെ കുറേ ലൈക്ക് എന്തെങ്കിലുമൊക്കെ ഈ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസിന് മ്യൂസിക് തെറാപ്പി ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ റിസർച്ചൊക്കെ നടത്താൻ താല്പര്യമുണ്ട്. അപ്പോൾ അത് ചെയ്ത ആൾക്കാരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ മ്യൂസിക് റിലേറ്റഡ് ആൾക്കാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നു? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അത് പഠിച്ചാൽ മതി. അതെന്താണ് ചെയ്യുന്നത്, മ്യൂസിക്കിലൂടെ എന്ത് ഹീലിംഗ് ആണ് നടക്കുന്നത് എന്നുള്ളതിനെ പറ്റി അറിഞ്ഞിരുന്നാൽ മതിയാവും. സൈക്കോളജി ചൂസ് ചെയ്യാനുള്ളൊരു കാരണം ഇതായിരുന്നോ? അല്ലല്ല, സൈക്കോളജി ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുഞ്ഞിൽ തന്നെ ഇങ്ങനെ ആൾക്കാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഡിഫറെൻ്റ് ആൾക്കാർ ഡിഫറെൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത് എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. പിന്നെ ഈ ലോകത്തെല്ലാം കണ്ടുപിടിച്ചിരിക്കുന്ന മനുഷ്യന്മാരാണല്ലോ ഏറെക്കുറെ. അപ്പം അവരുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ചിന്തിക്കുന്നതിനെ പറ്റിയൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചായിരുന്നു. പിന്നെ ഞാൻ ആക്ച്വലി ആദ്യം ഡോക്ടറാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എൻട്രൻസിനൊക്കെ പോയായിരുന്നു. പക്ഷെ അങ്ങനെ കുത്തിയിരുന്ന് പഠിക്കാൻ നമ്മളെ കൊണ്ട് നടക്കില്ല. ഞാനിങ്ങനെ ഒരു എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ പോയപ്പോൾ 3 വിഷയം, അതായത് കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ്, ഒരു വിഷയം 2 മണിക്കൂർ ക്ലാസ്, അത് കഴിഞ്ഞ് അടുത്ത വീണ്ടും 2 മണിക്കൂർ. അപ്പോൾ ഞാനത് നിർത്തി, അതിനെ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ സൈക്കോളജിയിലേക്ക് വന്നു. ഡിഗ്രിയും സൈക്കോളജി തന്നെയായിരുന്നോ? ഡിഗ്രി PG സൈക്കോളജി. അപ്പോൾ ആരെങ്കിലും ഈ ഒരു സൈക്കോളജി കാരണം ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? സൈക്കോളജി കാരണം ഡെഫിനറ്റ്ലി അങ്ങനെ തെറപ്പി എടുത്തിട്ടില്ല. പക്ഷെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് ഈസി ആക്കി കൊടുത്തിട്ടുണ്ട്. അവരുടെ തിങ്കിങ് പാറ്റേണൊക്കെ കുറച്ച് കറക്റ്റ് ചെയ്തിട്ട് വേറൊരു രീതിയിൽ കൂടെ തിങ്ക് ചെയ്യാൻ പറയുമ്പോൾ അത് അവർക്ക് ഹെൽപ്ഫുൾ ആയിട്ട് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്. ഇത് ഗൂഗിളിനെ തന്നെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ സൈക്കോളജി? എന്നെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിരിക്കും, പക്ഷെ ഞാനത് അറിയാത്തായിരിക്കും. ഉണ്ടായിരിക്കും ഡെഫിനറ്റ്ലി. ഒരാൾ ഇപ്പോൾ ഒരു ഇമോഷൻ ഇങ്ങനെ വരുന്നു എന്ന് അറിയുമ്പോൾ അതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇന്നൊരു പ്രവൃത്തി, ഇപ്പോൾ എന്നെ ആരെങ്കിലും വഴക്ക് പറയാമെന്ന് വിചാരിക്കും, അയാൾ എന്തുകൊണ്ടായിരിക്കും വഴക്ക് പറയുക എന്ന് ചിലപ്പോൾ എനിക്ക് മനസ്സിലാവും. അവരുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കാം, എമ്പത്തറ്റിക് ആയിട്ട് ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും അതുകൊണ്ടായിരിക്കും. അപ്പം പിന്നെ ഞാൻ എൻ്റെ ഒരു റിയാക്ഷൻ കൺട്രോൾ ചെയ്യും. സൈക്കോളജി കൊണ്ട് അങ്ങനെയൊക്കെ ഒരു വീണ്ടും നമുക്ക് പാട്ടിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ഞാൻ കണ്ട ഒരു വീഡിയോ ആണ്, സ്റ്റാർ സിംഗറിന്റെ ഭാഗമായിട്ടല്ല, അല്ലാതെ എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ് ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. ഓക്കെ. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം, ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ, ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ, മുരളി പൊഴിക്കുന്ന ഗാനാലാപം, മുരളി പൊഴിക്കുന്ന ഗാനാലാപം.
മതി. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇപ്പോൾ ഒരു മ്യൂസിഷ്യൻ എന്നുള്ള രീതിയിൽ തന്നെ ഇപ്പം ഒരു ഇൻഡിപെൻഡൻറ്റ് സിംഗർ എന്നുള്ള രീതിയിൽ ഫുൾ സിനിമയിൽ മാത്രം ഫോക്കസ് ചെയ്യാം, അതല്ലാതെ ഒരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കും ചൂസ് ചെയ്യാം. ഇതിൽ രണ്ടും ബ്ലെൻഡ് ചെയ്ത് തന്നെ പോകാനാണോ അതോ ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്യാനാണോ ഗൂഗിളിൻ്റെ പ്ലാൻ? അല്ല, രണ്ടും നല്ലതാണ്. കാരണം സിനിമ എന്ന് പറയുന്നത് ഒരു വലിയൊരു ക്രാഫ്റ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറേ പേരുടെ ഒരു ഹാർഡ് വർക്കും ഉണ്ട്. അത് അവർ പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാനും അവരെ ഒന്ന് ഹാപ്പി ആക്കാനും പിന്നെ സമൂഹത്തിൽ നടക്കുന്ന എന്താണോ അതൊരു ജിസ്റ്റ് പോലെ കാണിക്കാൻ വേണ്ടിയിട്ടാണല്ലോ സിനിമ ഉള്ളത്. അപ്പോൾ അതിൽ പാടാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു ഭാഗ്യമാണ്. അതിലൊരു സിറ്റുവേഷൻ എലിവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ളൊരു പാട്ട് വരിക, അത് നമ്മൾ പാടുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ സിനിമയിൽ പാടുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ ജീനിയസ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാം, ലിറിസിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യാം. അവിടെ എല്ലാവരും ടോപ്പ് നോച്ച് ആയിരിക്കും സിനിമയിൽ എന്ന് പറയും. അപ്പോൾ അത് ഡെഫിനറ്റ്ലി ഇഷ്ടമാണ്. പിന്നെ നമ്മൾ നമ്മുടേതായ ഒരു പാട്ടുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ. നമ്മൾ നമ്മുടേതായ ഒരു പാട്ട് ക്രിയേറ്റ് ചെയ്യുക, നമ്മുടേതായ ലിറിക്സ് ഉണ്ടാക്കുക. നമ്മുടെ ഒരു സംഭവം എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്, നമ്മുടെ ഒരു സിഗ്നേച്ചർ പതിയുന്നൊരു സംഭവം. അപ്പോൾ അതും ഇഷ്ടമാണ് ഒത്തിരി. സ്റ്റാർ സിംഗറിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പം എന്ത് ചെയ്തേനെ? സ്റ്റാർ സിംഗറിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി സൈക്കോളജി എന്തെങ്കിലും ചെയ്തേനെ. അതുകൂടാതെ മ്യൂസിക്കും ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ബാൻഡിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ഒറിജിനൽ ചെയ്തും ഇൻസ്റ്റാഗ്രാമിൽ റീലൊക്കെ ഇട്ടും എങ്ങനെയെങ്കിലുമൊക്കെ എത്തും. അതെ, സ്റ്റാർ സിംഗർ കുറച്ചും കൂടി ഈസി ആക്കി എന്നുള്ളത് മാത്രമേ. ഇത്രയും നേരം ഞാൻ പറഞ്ഞ പാട്ടുകളൊക്കെ പാടിത്തന്നു. ഇനി ഗൂഗിളിൽ ഇഷ്ടമുള്ള ഒരു പാട്ടും കൂടെ വെച്ച് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ. മുസ്കുരാനെ की वजह तुम हो, गुनगुनाने की वजह तुम हो, जिया जाए न जाए न जाए न और पिया रे, जिया जाए न जाए न जाए न और पिया रे, किया रे, और लम्हे तू कहीं मत जा, हो सके तो उम्र भर तम जा, जिया जाए न जाए न जाए न और पिया रे, जिया जाए न जाए न जाए न और पिया रे, पिया रे. എൻ്റെ ഫേവറേറ്റ് സോങ് ആയിരുന്നു. പക്ഷെ കുറച്ച് നാളായിട്ട് ഞാൻ എന്തോ കേൾക്കാൻ മറന്നിരിക്കുകയായിരുന്നു ഈ പാട്ട്. വീണ്ടും കേൾക്കാൻ പറ്റില്ല. ഇടയ്ക്ക് കുറേ നാളായി പാടിയിട്ട് പാടാം. എനിക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ. ഇപ്പം മുൻപൊക്കെ ഇപ്പോൾ സ്റ്റാർ സിംഗറിൽ വന്നിട്ടാണെങ്കിലും സ്റ്റേജ് പെർഫോമൻസ് ആണെങ്കിലും ഒക്കെ ഇൻഡിപെൻഡൻറ്റ് സോങ്സ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ പോലും മറ്റു പലരും കമ്പോസ് ചെയ്തല്ലേ പാടിയ പാട്ടുകളാണ് റിപ്പീറ്റ് ചെയ്ത് പാടിക്കൊണ്ടിരുന്നതും. നമ്മളൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറി ഇടുമ്പോഴും പോസ്റ്റ് ഇടുമ്പോഴും എല്ലാം പാട്ടൊക്കെ ഇങ്ങനെ ആഡ് ചെയ്യുമല്ലോ. ഇപ്പം ഗൂഗിളിൻ്റേതായിട്ടുള്ള പാട്ട് ഇപ്പം എല്ലാവരും കുറേ സ്റ്റോറികളും പോസ്റ്റുകളും ഇപ്പോൾ തുടരുൻ്റെ സിനിമ കണ്ടിട്ട് തന്നെ പലരും സിനിമ ഇഷ്ടപ്പെട്ടതിൻ്റെ റിവ്യൂസൊക്കെ ഷെയർ ചെയ്യുമ്പോഴും ഈ ഒരു പാട്ട് വെച്ചിട്ടൊക്കെ ഷെയർ ചെയ്യുന്നൊക്കെ ഉണ്ടല്ലോ. അപ്പം സ്വന്തം പാട്ട്, സ്വന്തമായിട്ട് പാടിയ ഒരു പാട്ട് ഇങ്ങനെ പല പ്ലാറ്റ്ഫോംസിലും പലരും പാടുന്നതും ഒക്കെ കാണുമ്പോൾ എന്താ ആ ഒരു ഫീൽ എന്താണ്? അത് സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് അനുഭവിക്കുന്നത് ആദ്യമായിട്ട്. കാരണം ഞാൻ ഒറിജിനലി പാടിയ പാട്ട് ആൾക്കാർ കവർ ഇടുന്നു. അതെനിക്ക് ഒത്തിരി സന്തോഷമാണ്. കാരണം നമ്മളൊന്നും അങ്ങനെ വിചാരിച്ചില്ല. കാരണം ഞാനിങ്ങനെ പല പാട്ടുകളുടെ കവർ ഇട്ടിട്ടുണ്ട്. അപ്പം എല്ലാവരും അത് പാടുന്നു. അതിലും കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തുടങ്ങുന്നതാണ്. ഈ പാട്ട് തുടങ്ങുമ്പോൾ ഉള്ള പാട്ടാണ്. അത് എത്രയും വലിയൊരു സിനിമ കഴിഞ്ഞിട്ടും അത് ആൾക്കാർ ഓർത്തിരിക്കുന്നു, അത് ഇഷ്ടപ്പെട്ടിട്ടാണ് അത് പാടുന്നത്. അതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. അപ്പോൾ ഒത്തിരി സന്തോഷം അവരെല്ലാം ഇതിൽ പാടുന്നത്, ഐ മീൻ ഈ പാട്ടെടുത്ത് പാടുന്നതിൽ ഒത്തിരി സന്തോഷം. ഇനി കാണാത്തവർ സിനിമ കാണുക, നേരത്തെ തന്നെ എത്തുക. അതിലാണ് എൻ്റെ പാട്ടുള്ളത്, ടൈറ്റിൽ സോങ്ങാണ്. അപ്പം അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്താണ്. വിഷ്വലിയും ഒരു ട്രീറ്റാണ് ആ ടൈറ്റിൽ സോങ്. അപ്പം എല്ലാവരും പോയി കാണുക, അത്രേ ഉള്ളൂ. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്തൊക്കെയാണ് ഭാവി പരിപാടികളും പുതിയ ഇനി ഞാൻ ആക്ച്വലി ഗോകുൽ ഗോപകുമാർ ലൈവ് എന്ന് പറഞ്ഞിട്ടൊരു ബാൻഡുണ്ട്.
അപ്പം അതിൽ ഇപ്പം നമ്മൾ കുറച്ചൊന്ന് 2 വീഡിയോസൊക്കെ ഇങ്ങനെ ഇറക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. അപ്പം അതായിട്ട് പോകാനാണ് ഇനിയിപ്പോൾ എൻ്റെ ഒരു കറണ്ട് പ്ലാൻ എന്ന് പറയുന്നത്. കുറച്ചുകൂടെ ലൈവ് ഷോസ് ചെയ്യുക, ഒറിജിനൽസ് ഇറക്കുക, വീണ്ടും സ്വന്തമായിട്ട് ട്രാക്സ് ഇറക്കി അത് ഹിറ്റാക്കുക എന്നുള്ളൊരു സംഭവം. ഇപ്പം എല്ലാം അടിപൊളിയായിട്ട് തന്നെ നടക്കട്ടെ. താങ്ക് യു സോ മച്ച്. സംസാരിക്കാൻ പറ്റി, പാട്ടുകളൊക്കെ നേരിട്ട് വീണ്ടും കേൾക്കാൻ പറ്റി പാട്ടുകൾ. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.